ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഭക്ഷണാവശിഷ്ടങ്ങൾ അടുക്കള ഭാഗത്ത് കാണും. വിശന്നിട്ട് വയ്യ. അല്ല, ഇതാരെ എലിയമ്മാവനോ? അതെ പറഞ്ഞുകൊണ്ടേ നേരം പുലരാറായി. ഇതുവരെ ഒരു വക കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഇന്നലെ വരെ ഈ ഭാഗത്തൊക്കെ ധാരാളം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒന്നും കാണുന്നില്ലല്ലോ. ഞാനും കുറേ തപ്പി മടുത്തു. എനിക്കും ഒന്നും കിട്ടിയില്ല. അകത്ത് പല സാധനങ്ങളും ഉണ്ട്. എല്ലാം പത്രമായി പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയായാൽ ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യും? നാട് വിടേണ്ടി വരും. എന്തായാലും പട്ടിണി കിടന്ന് മരിക്കാനൊന്നും ഞാനില്ല. നാളെ രാത്രി കൊണ്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തണം. ഞാനും വരാം. അയ്യോ, ദേ അങ്ങോട്ട് നോക്കിയേ. അവിടെ കുറെ പാഴ്വസ്തുക്കളും ചപ്പുചവറുകളും കൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങോട്ട് ചെന്നാൽ സുഖമായി ജീവിക്കാം. ആ, വാ പോകാം. അങ്ങോട്ട് തന്നെ പോകാം. രംഗം 2, പെട്ടിക്കാട് ടൗൺ പരിസരം. ഞങ്ങൾ മനുഷ്യരുടെ ഭക്ഷണത്തിനും പോയിരിക്കും. ഇതൊന്നും അറിയാത്ത മനുഷ്യന്മാർ തുറന്നെടുത്ത ആഹാരം കഴിക്കുകയും ചെയ്യും. അവസാനം കോളറ, വയറിളക്കം, ഛർദി തുടങ്ങിയവന് ആശുപത്രിയിൽ കിടക്കും. ഇഷ്ടം ഡെലിവറി, ചിക്കൻ കുരുങ്ങ, മട്ട് തുടങ്ങിയവ കണ്ടതാണ് എന്റെ ഇഷ്ടവിനോദം. ആരാണെന്ന വിചാരം എന്ന ഏർപ്പണിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരന്തം. അതെങ്ങനെയാ ലേഖ പകർത്തുന്നത്? മാലിന്യങ്ങളൊക്കെയും ഞാൻ മനുഷ്യരുടെ കാലിലോ കയ്യിലോ ഉള്ള മുറിവ് വഴി രോഗാണുക്കൾ അവരുടെ രക്തത്തിലും എടുത്തു. ഓഹോ, അങ്ങനെയാണ്. ഞാനും ആഹാരത്തിലൂടെ മനുഷ്യർക്ക് രോഗം പരത്തും. എന്തായാലും നമ്മളൊക്കെ ഒരുമിച്ച് കഴിയേണ്ടവരാണ്. ഇവിടെ നമുക്ക് സുഖമായി ജീവിക്കാം. എനിക്ക് ഭയങ്കര വയറുവേദനയാണ് ഡോക്ടർ. തലവേദനയും ഛർദിയും വയറിളക്കവും ഉണ്ട്. ശ്വാസം വലിച്ചു വിടൂ. കിടക്കുന്ന സാഹചര്യത്തിൽ ഈ രോഗം പടർന്നു കിടക്കൂ. അതേ ഡോക്ടർ, പുറത്തു നിൽക്കുന്ന മിക്ക രോഗികൾക്കും ഇതേ ലക്ഷണങ്ങൾ ഒക്കെ ഉണ്ട്.